നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തുലാപ്പെയ്ത്ത് തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. ജാഗ്രത പാലിക്കണം. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കിയിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം തുടരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം സുപ്രധാന രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാവിലെ ശ്രദ്ധേയമായി തോന്നിയ മറ്റൊന്ന് അമേരിക്കയിലെ നോ കിങ്സ് പ്രതിഷേധ മാർച്ചാണ്. ട്രംപ് ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ലക്ഷങ്ങളാണ് അണിനിരുന്നത്. അങ്ങനെ വാർത്താ സമ്പന്നമായ ഒരു ഞായറാഴ്ച തന്നെയാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. അറബിക്കടലിനു പുറമെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ജാഗ്രതാ നിർദ്ദേശം. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. 1 മരണം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 139.2 അടിയായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. ഹാർഡ് ഡിസ്കും സ്വർണവും പണവും കണ്ടെടുത്തു. 2ാം പ്രതി മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ 2500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികൾ. നോ കിങ്സ് മാർച്ചിൽ അണിനിരുന്നത് ലക്ഷങ്ങൾ. US ചരിത്രത്തിലെ 2ാമത്തെ ദൈർഘ്യമേറിയ ഭരണസ്തംഭനത്തിലേക്ക് രാജ്യം. 10ാം തവണയും സെനറ്റിൽ ബജറ്റ് പാസ്സായില്ല. അടച്ചുപൂട്ടൽ 18ാം ദിവസത്തിലേക്ക്. പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഒരാഴ്ചയായി തുടരുന്ന സംഘർഷത്തിന് താൽക്കാലിക വിരാമം. അടിയന്തര വെടിനിർത്തലിന് ധാരണ. തീരുമാനം ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ. കുട്ടനാട്ടിൽ 2ാം കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ പുഴുശല്യം രൂക്ഷം. കർഷകർ ആശങ്കയിൽ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കീടനിരീക്ഷണ കേന്ദ്രം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് പെർത്തിൽ തുടക്കം. മത്സരം രാവിലെ 9 മണി മുതൽ. ഏകദിന നായകനായി ശുഭ്മാൻ ഗില്ലിന്റെ അരങ്ങേറ്റം. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ക്രീസിലേക്ക്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വിശദമായി. അറബിക്കടലിന് പുറമെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വന്നിരിക്കുന്നു. രാവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? മായ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയുടെ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 7ഓളം ജില്ലകളിൽ ഇന്ന് ഇന്ന് മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത 5 ദിവസം ഇതേപോലെ തന്നെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 22ാം തീയതി വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ
പൊതുജനങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ വാഹനങ്ങളൊക്കെ മരച്ചുവട്ടിൽ ഒതുക്കി നിൽക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും ഈ മഴ മൂലം നാശനഷ്ടങ്ങളും ജീവഹാനി വരെ സംഭവിക്കുന്ന സാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുക തന്നെ ചെയ്യും. പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രതയോടുകൂടി ഇരിക്കണം. അതുപോലെ തന്നെ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. കുമളി മേഖലയിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് വീണ മൺകൂനയിൽ ബൈക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. രാത്രി പെയ്ത മഴയിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഇടുക്കിയിൽ മഴ തുടരുകയാണ് അല്ലേ ഇപ്പോഴും? മഴ ഇന്നലെ രാത്രിയിൽ കുമളി മേഖലയിലാണ് കനത്ത മഴ പെയ്തത്. ഒട്ടകത്തലമേട് പ്രദേശത്തു നിന്നും മലവെള്ളം പാഞ്ഞെത്തി കുമളി ടൗണിൽ കടകളിൽ വെള്ളം കയറി. അതുപോലെ തന്നെ 1-ാം മൈൽ ഭാഗത്തും വീടുകളിലും കടകളിലുമെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വെള്ളക്കെട്ടാണ് ഈ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി ആരംഭിച്ച മഴ പുലർച്ചെ വരെ നീണ്ടുനിന്നു. സമീപ മേഖലകളിലും കനത്ത മഴ തന്നെയാണ് പെയ്തത്. അതോടൊപ്പം തന്നെ ഒരു അപകട മരണവും സംഭവിച്ചിരിക്കുന്നു. ആനവിലാസത്ത് വ്യാപാരിയായിരുന്ന തങ്കച്ചൻ എന്നയാളാണ് മരിച്ചത്. അദ്ദേഹം കടയടച്ച ശേഷം കുമളിയിൽ തന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് വെള്ളാരംകുന്നിൽ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തേക്ക് ബൈക്ക് ഇടിച്ചു കയറി മരിച്ചത്. ചെളിയിൽ പൂണ്ടുകിടന്ന ഇദ്ദേഹത്തെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കനത്ത മഴയിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പും ഉയരുകയാണ്. 140 അടിയിലേക്ക് 139.5 അടിയായി ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിപ്പിച്ചു. 9,000 ഘനയടിയായി സെക്കൻഡിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം വെള്ളം, ഏതാണ്ട് 17,000 ഘനയടി വെള്ളമാണ് ഒരു സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇനിയും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. തമിഴ്നാടിനെ ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മായ, ശരി. ബോബനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇടുക്കിയിൽ നിന്ന്. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ ഹാർഡ് ഡിസ്കും സ്വർണവും പണവും ഉൾപ്പെടെ കണ്ടെടുത്തു. കേസിൽ 2-ാം പ്രതിയായ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആതിര ചേരുകയാണ്. ആതിര, SIT സംഘം കാര്യമായി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത്? പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മായ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്കാണ് SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. അതിനുശേഷം ഈ 14 ദിവസത്തിനുള്ളിൽ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITയുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തറവാട്ട് വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയത്. ഏകദേശം 8 മണിക്കൂറോളം നീണ്ട ഒരു പരിശോധനയായിരുന്നു, വിശദമായ പരിശോധനയായിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഹാർഡ് ഡിസ്കുകളും അതുപോലെ തന്നെ സുപ്രധാന രേഖകളും ഉൾപ്പെടെ കണ്ടെടുത്തത്. സ്വർണവും പണവും ഉൾപ്പെടെ അവിടെ നിന്നും SIT സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സാധൂകരിക്കുന്ന വിഷയങ്ങളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും 4-ാം ദിവസമാണ് ഇന്ന് ചോദ്യം ചെയ്യൽ. ഇന്നും ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിൽ ഈ രേഖകളും അല്ലെങ്കിൽ ഈ രേഖകൾ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ സ്വർണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയേണ്ടതുണ്ട്. എന്നാൽ ഈ സ്വർണങ്ങളൊക്കെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വച്ചിട്ടുള്ളതാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടുകാർ പറയുന്നത്. പക്ഷെ അതിനൊക്കെ തന്നെ വിശദമായ ഒരു ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഇതെല്ലാം ഉൾപ്പെടുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇതിന്റെ 2-ാം പ്രതി സ്ഥാനത്തുള്ളത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ്. മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. അതുപോലെ തന്നെ പ്രതിപട്ടികയിലുള്ള നിരവധി പേരെ, പ്രതിപട്ടികയിലുള്ള എല്ലാവർക്കും ചോദ്യം ചെയ്യലിനെ നോട്ടീസ് അയക്കാൻ കൂടി SIT ഒരുങ്ങുകയാണ്. ഏതായാലും ഇന്ന് 4-ാം ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഈ മുരാരി ബാബുവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇവരുമായി ഒരുമിച്ചിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും SIT സംഘം കടക്കും. ഏതായാലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. നിർണായക രേഖകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും SIT സംഘം പിടിച്ചെടുത്തത്.
ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മറ്റു വാർത്തകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ രാജ്യവ്യാപകമായി US ജനതയുടെ വമ്പൻ പ്രതിഷേധ റാലികൾ. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ നടന്ന പ്രതിഷേധ മാർച്ചുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ സിറ്റി, ചിക്കാഗോ, മിയാമി, ലോസ് ഏഞ്ചൽസ് എന്നിവിടങ്ങളിലും പ്രതിഷേധം അരങ്ങേറി. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മാത്രം 1 ലക്ഷത്തിലേറെ പേർ പ്രതിഷേധിച്ചു. ജനാധിപത്യം രാജവാഴ്ചയല്ലെന്നും ഭരണഘടന ഇച്ഛാനുസരണം നടപ്പാക്കാനുള്ളതാണെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലികൾ. അതേസമയം ഇടത് ചായ്വുള്ള ആന്റിഫ മൂവ്മെന്റുമായി കൈകോർത്തവരാണ് പ്രതിഷേധിച്ചതെന്നാണ് ട്രംപ് അനുകൂലികൾ വിമർശിക്കുന്നത്. ഹെയ്റ്റ് അമേരിക്ക റാലി എന്നാണ് അവർ പ്രതിഷേധങ്ങളെ വിശേഷിപ്പിച്ചത്. അതേസമയം സ്വേച്ഛാധിപതി എന്ന വിശേഷണം തള്ളിയ ട്രംപ് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് തന്റെ ചില നിലപാടുകൾ അത്യാവശ്യമാണെന്ന് പ്രതികരിച്ചു. ട്രംപിന്റെ പല നയങ്ങളും ഭരണഘടനാ വിരുദ്ധമെന്നും അമേരിക്കൻ ജനാധിപത്യത്തിനെതിരെയെന്നും വിമർശനം ഉന്നയിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിനെതിരെ വലിയ റാലിയൊക്കെ നടക്കുന്നുണ്ട് അമേരിക്കയിൽ. അതോടൊപ്പം ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണസ്തംഭനത്തിലേക്കാണ് അമേരിക്ക നടന്നു നീങ്ങുന്നത്. ഒക്ടോബർ 1 ആരംഭിച്ച അടച്ചുപൂട്ടൽ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നിർത്തലാക്കുന്നതാണ് അടച്ചുപൂട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 തവണയും ബജറ്റ് സെനറ്റിൽ പരാജയപ്പെടുകയായിരുന്നു. ഭരണസ്തംഭനത്തെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ, ആരോഗ്യ പരിചരണ ചെലവുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ എന്നിവയെല്ലാം മുടങ്ങിയിട്ടുണ്ട്. ഷട്ട്ഡൗൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും US ഫെഡറൽ ജഡ്ജി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തൊഴിലാളി യൂണിയനുകൾ നൽകിയ കേസിലാണ് വിലക്ക് വന്നത്. പാക് അഫ്ഗാൻ സംഘർഷത്തിൽ അടിയന്തര വെടിനിർത്തലിന് നിലവിൽ വന്നിരിക്കുന്നു. ഖത്തറിൻ്റെയും തുർക്കിയുടെയും മധ്യസ്ഥയിൽ നടന്ന ദോഹ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ സാധ്യമായത്. പാക് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. അതിർത്തിയിൽ പരസ്പരമുള്ള ആക്രമണം അവസാനിപ്പിക്കാനും തുടർ ചർച്ചകളിലൂടെ മേഖലയിൽ സ്ഥിരത ഉറപ്പുവരുത്താനും ധാരണയായിട്ടുണ്ട്. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി അതിർത്തിയിൽ തുടർന്നു വന്ന സംഘർഷങ്ങൾക്ക് താൽക്കാലിക അവസാനമായി. 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങളും സൈനികരുമടക്കം നിരവധി പേരാണ് അതിർത്തി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. കുട്ടനാട്ടിൽ നെൽകർഷകർക്ക് ആശങ്കയായി ഓലച്ചുരുട്ടി, തണ്ടുതുരുപ്പൻ പുഴുക്കൾ. രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ പുഴുക്കളുടെ സാന്നിധ്യം വ്യാപകമായതോടെ രണ്ടാം കൃഷിയും നഷ്ടത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. അതേസമയം ആശങ്ക വേണ്ടെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഓലചുരുട്ടിപ്പുഴു അഥവാ ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ എന്നിവയുടെ ആക്രമണമാണ് ഇപ്പോൾ കർഷകരെ ആശങ്കയിലാക്കുന്നത്. വയലുകളെ പാടെ നശിപ്പിച്ചാണ് ഇവയുടെ വിളയാട്ടം. വിതച്ച് 20 ദിവസം മുതൽ 90 ദിവസം വരെ പ്രായമായ ചെടികളിലാണ് കീടസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതോടെ രണ്ടാം കൃഷിയും നഷ്ടത്തിലാകുമോ എന്ന ഭീതിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. എന്നാൽ പുഴുക്കളെ തുരത്താൻ കർഷകർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടു. ഒരു 45 ദിവസം വരെയാണെങ്കിൽ നമ്മൾ വളമിടുന്നതിൻ്റെ കൂട്ടത്തിൽ തരി രൂപത്തിലുള്ള കീടനാശിനികൾ രാസവളത്തോടൊപ്പമോ അല്ലെങ്കിൽ ജൈവവളത്തോടൊപ്പമോ കൂട്ടിക്കലർത്തി മണ്ണിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണിൽ ഒരു മിനുക്ക് പരുവത്തിൽ വെള്ളം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. 45 ദിവസത്തിന് ശേഷമാണ് കാണുന്നതെങ്കിൽ അത് കീടനാശിനികൾ സ്പ്രേ ചെയ്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. 1 മീറ്റർ സ്ക്വയറിൽ ഏകദേശം 1 ആക്രമണമുള്ള ഓലയാണ് ഇതിൻ്റെ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടപടികൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൊതുമ്പോലയിൽ ബാധിച്ചു കഴിഞ്ഞാലും അതിവേഗം തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഞാറിൻ്റെ ഇലയിൽ കിടന്നുകൂടി അതിൻ്റെ ഹരിതകം തിന്നു നശിപ്പിക്കുന്നതാണ് ഇലചുരുട്ടിപ്പുഴുവിൻ്റെ രീതി. ഞാറിൻ്റെ തണ്ടിലാണ് തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം. ജില്ലയിൽ മാത്രം 37 പാടശേഖരങ്ങളിലായി ഏകദേശം 190 ഹെക്ടർ പ്രദേശത്ത് കീടസാന്നിധ്യം കാണുന്നുണ്ടെങ്കിലും 60 ഹെക്ടർ പ്രദേശത്താണ് രൂക്ഷമായി കാണപ്പെടുന്നത്. ഇവയുടെ വർദ്ധിച്ച വ്യാപനശേഷിയാണ് മറ്റൊരാശങ്ക. എന്നാൽ ആശങ്കകളെ അകറ്റി നിർത്തി കീടനിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ പാലിച്ച് കൃത്യമായ സംരക്ഷണം ഉറപ്പാക്കി ഇവയെ പ്രതിരോധിക്കുക എന്നതാണ് ഇനി കർഷകർക്ക് മുൻപിലുള്ള ഏക മാർഗം. അമൃത ന്യൂസ്, ആലപ്പുഴ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ വിള്ളൽ ആയുധമാക്കി BJP.
രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുത ഘടകകക്ഷികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് BJP ആരോപിച്ചു. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ സഖ്യം സജീവമാകുമെന്നാണ് RJD നേതാക്കൾ പറയുന്നത്. വോട്ടർ അധികാർ യാത്രയും ബീഹാർ അധികാർ യാത്രയും കൊണ്ട് NDAയെ മറികടക്കാം എന്നുള്ളതായിരുന്നു RJD നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമല്ല. സീറ്റ് വിഭജനം പോലും കൃത്യമായി പൂർത്തിയാക്കാൻ ഇപ്പോഴും മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മഹാസഖ്യത്തിന്റെ ആത്മവിശ്വാസം കുറയുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. 135 സീറ്റിൽ RJD, 60 സീറ്റിൽ കോൺഗ്രസ്, 16 സീറ്റിൽ VIP, 30 സീറ്റിൽ ഇടത് പാർട്ടികൾ എന്നിങ്ങനെയാണ് പ്രാഥമിക ധാരണ. 53 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളലിനെ പരിഹസിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. മഹാസഖ്യത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുതയാണെന്നും ഘടകകക്ഷികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും BJP ആരോപിച്ചു. അതിന്റെ ഉദാഹരണമാണ് JMM സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് BJP IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. മഹാസഖ്യം തകരുന്നത് ബീഹാറിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. JMM നിലപാട് ആദിവാസി സ്വാധീന മേഖലകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. JMM സ്ഥാനാർത്ഥികൾ വഴി പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് KCB ജീവനക്കാർ. ശമ്പള പരിഷ്കരണ കരാറിന് സർക്കാർ അംഗീകാരം നൽകുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഫണ്ട് അനുവദിക്കുക, കുടിശ്ശിക, ക്ഷാമബത്ത, ക്ഷാമ ആശ്വാസം എന്നിവ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെയും ഇതിനോടകം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. മുൻ വർഷത്തെ ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പണം വകയിരുത്തുക, ക്ഷാമബദ്ധ ഗഡുക്കൾ അനുവദിക്കുക, നിയമനവും പ്രമോഷനും നടത്തി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, പഴയ പെൻഷൻ സ്കീം നടപ്പിലാക്കുക, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക, പെറ്റി കോൺട്രാക്ടേഴ്സ് ബില്ലുകളുടെ പണം യഥാസമയം നൽകുക, നിലവിലുള്ള നിരക്കുകൾ പരിഷ്കരിക്കുക, വൈദ്യുതി യൂട്ടിലിറ്റികളെ സ്വകാര്യവൽക്കരിക്കുന്നതും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമായ കേന്ദ്ര നയം തിരുത്തുക, KSEBയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് രൂപീകരിച്ച സർക്കാർ തല കമ്മിറ്റിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ജീവനക്കാർ ഉന്നയിക്കുന്നത്. കൂടാതെ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. ജീവനക്കാരുടെ അപര്യാപ്തത ജോലിഭാരം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമ്മർദ്ദത്തിനും ഇടയാക്കുന്നതായി അവർ പറയുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും ഇതുവരെ തങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങളിൽ പരിഹാരമായില്ല എന്നാണ് വിവിധ തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നത്. പാർട്ടി ഭേദമന്യേ പ്രതിഷേധ ധർണകളും സമരങ്ങളും നടത്തിയിട്ടും പരിഹാരമില്ലാത്തതോടെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവർ. ഇനിയും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വിവിധ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജീവനക്കാരുടെയും വിവിധ സംഘടനകളുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ നറുക്കെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം പുകയുകയാണ്. തട്ടുകടകളുടെ ക്രമീകരണത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാനുകൂല സംഘടനയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. വെൻഡിംഗ് കാർട്ടുകൾക്കായി കോർപ്പറേഷൻ ചെലവഴിച്ച തുകയിലും അഴിമതിയുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു. ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഉന്തുവണ്ടിക്കടയുടെ നറുക്കെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും പുകയുന്നത്. ബീച്ചിൽ 240 മീറ്റർ നീളത്തിലുള്ള സ്ഥലത്ത് ആകെ 90 ഉന്തുവണ്ടി കച്ചവടക്കാർക്കുള്ള സൗകര്യമാണ് കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത്. കച്ചവടക്കാർക്ക് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിൽ നറുക്കെടുപ്പും നടന്നിരുന്നു. എന്നാൽ അന്ന് ഒരു വിഭാഗം കച്ചവടക്കാർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസമാണ് നറുക്കെടുപ്പ് വിവരം അറിയിച്ചതെന്നും അതുകൊണ്ട് എത്താൻ സാധിച്ചില്ല എന്നുമായിരുന്നു കച്ചവടക്കാർ ഇതിനു നൽകിയ വിശദീകരണം. എന്നാൽ പിന്നീട് നടന്ന നറുക്കെടുപ്പ് തങ്ങളെ അറിയിച്ചില്ല എന്നും ഉന്തുവണ്ടി ക്രമീകരണത്തിൽ ഭരണകക്ഷി സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് കോർപ്പറേഷൻ സ്വീകരിച്ചു എന്നുമാണ് ഒരു വിഭാഗം കച്ചവടക്കാരുടെ ആരോപണം.
വെൻഡിംഗ് കമ്മിറ്റി അംഗമായ തന്നെ പോലും നറുക്കെടുപ്പ് വിവരം അറിയിച്ചില്ലെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. ഇപ്പോൾ സെക്രട്ടറിയും ഭരണസമിതിയും മാത്രം ഉൾപ്പെട്ട് എടുത്ത നറുക്കിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വജനപക്ഷപാതം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ഇവിടെ ന്യായമായിട്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ പലരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ്, എല്ലാവരും തന്നെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് അവർ ഈ പെട്ടിക്കട വാങ്ങുന്നതിന് വേണ്ടിയുള്ള തുക കണ്ടെത്തിയത്. അപ്പോൾ അത്തരം ആളുകളെ നിർബന്ധമായും പരിഗണിക്കേണ്ടതാണ്. കള്ളനാണയങ്ങളെ പരിഗണിക്കാതിരിക്കുകയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതമില്ലാതെ അർഹിക്കുന്ന രീതിയിൽ ലഭ്യമാവേണ്ട ആളുകളെ പരിഗണിക്കുകയും ചെയ്യണം. വെൻഡിംഗ് കാർഡുകളുടെ വിതരണത്തിലും ഏകപക്ഷീയമായ നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത്. വെൻഡിംഗ് കാർഡുകൾക്കായി കോർപ്പറേഷൻ ചിലവഴിച്ച തുകയിൽ അഴിമതി ഉണ്ടെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു. പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കച്ചവടക്കാരുടെ കാര്യത്തിലും ഉടൻ തീരുമാനമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിഷയം രാഷ്ട്രീയമായി കാണാതെ എല്ലാ തൊഴിലാളികൾക്കും തുല്യ നീതി ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ അന്തിക്കാട് KGM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷണമേള ശ്രദ്ധേയമായി. 100 കണക്കിന് വ്യത്യസ്ത രുചികളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത്. രുചിമേളം എന്ന പേരിൽ സ്കൂളിൽ നടത്തിയ ഭക്ഷണമേളയാണ് ശ്രദ്ധ നേടിയത്. ഷെഫുമാരുടെ വേഷമണിഞ്ഞ കുട്ടികൾ തന്നെയാണ് വിഭവങ്ങൾ പകർന്നു നൽകിയത്. രുചിമേളം എന്ന പേരിൽ നടത്തിയ പരിപാടിയാണ് വ്യത്യസ്തമായത്. അന്തിക്കാട് KGM LP സ്കൂളാണ് വേദി. രുചി വൈവിധ്യങ്ങൾ പരസ്പരം എത്തിക്കാൻ കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണവും പാനീയങ്ങളുമാണ് പ്രദർശിപ്പിച്ചത്. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ, ചുട്ടെടുത്തത്, വിവിധയിനം ചമ്മന്തി, എണ്ണപ്പലഹാരങ്ങൾ, പായസങ്ങൾ എന്നിവയുടെ നിരവധി വ്യത്യസ്ത ഇനങ്ങൾ പ്രദർശിപ്പിച്ചു. പാനീയങ്ങൾ, ഉപ്പിലിട്ടത്, അച്ചാർ, മില്ലറ്റ്, സാലഡുകൾ എന്നിവ യഥേഷ്ടം. ജ്യൂസുകൾ 50 തരം. ശംഖുപുഷ്പം, ഇരുമ്പൻപുളി, ചെമ്പരത്തി എന്നിങ്ങനെ വെറൈറ്റി ജ്യൂസുകൾ. മുളയരി, കുമ്പളങ്ങ, ഇളനീർ തുടങ്ങിയ ഇനങ്ങളിലായുള്ള പായസമാകട്ടെ 55 തരത്തിലും. പഴം ദോശയും ക്യാരറ്റ് കള്ളപ്പവും പച്ചക്കറി പുട്ടുമായി നാടൻ വിഭവങ്ങൾ 100-ലധികം. എരിവും സ്വാദും ഇടകലർത്തി 40 തരം അച്ചാറും രുചിമേളത്തിൽ ഒരുക്കിയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന 575ഓളം കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ പ്രദർശനശേഷം രുചിക്കായി വീതിച്ചു നൽകി. മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യം കൂടി കണക്കിലെടുത്ത വിവിധ സാമുദായിക വേഷങ്ങൾ അണിഞ്ഞായിരുന്നു ചില കുട്ടികളെത്തിയത്. 30 കുട്ടികൾ ഷെഫിൻ്റെ യൂണിഫോമിലായിരുന്നു. KGM LP സ്കൂളിലെ 575 കുരുന്നുകളും അവരുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള എന്നിവിടെ ഒരുക്കുകയുണ്ടായി. 575 കുട്ടികളും 575 തരം വിഭവങ്ങളാണ് ഇന്നത്തെ ഭക്ഷ്യമേളയിലേക്ക് വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്നത്. രുചിക്കൂട്ടിന്റെ തലങ്ങൾ തേടിയുള്ള രുചിമേളം എന്ന പരിപാടി കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോ ജോർജ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സൗമ്യ, PTA വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ, കോർഡിനേറ്റർ ലിനി MG തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പെരുമ്പറപ്പിൽ പുലർച്ചെ ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച എടച്ചലം സ്വദേശി റസാഖ്, പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം ചെമ്പഴന്തിയിലുള്ള സെറാമിക് പോട്ടറി സ്റ്റുഡിയോയെ പരിചയപ്പെടാം. സെറാമിക് പോട്ടറിയെ സ്നേഹിക്കുന്നവർക്ക് സെറാബാഗ് എന്ന ഈ സ്റ്റുഡിയോ വിവിധ പോട്ടറി വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ വിശാലമായ അവസരങ്ങളാണ് ഒരുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചെമ്പഴന്തിയിലുള്ള സെറാബാഗ്സിന് മുന്നിലാണ്. സെറാമിക് പോട്ടറിയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കാഴ്ചകളിലേക്ക്. സെറാമിക്കിൽ തീർത്ത അനേകം അത്ഭുതങ്ങൾ ഇവിടെയുണ്ട്.
വർഷങ്ങളായുള്ള ആഗ്രഹത്തിന്റെ മനോഹരമായ പൂർത്തീകരണമാണ് ഈ സ്റ്റുഡിയോ. വർഷമായി ഞാൻ ഈ ഇസ്ലാമിക് സ്റ്റുഡിയോ എന്ന ആശയം എൻ്റെ മനസ്സിലുണ്ട്. ആദ്യകാലങ്ങളിൽ ടെറാക്കോട്ട സ്റ്റുഡിയോ ആണ് തുടങ്ങിയിരുന്നെങ്കിലും ഇവിടെ വന്ന് 20 വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട് 20 ശേഷമാണ് ഞാൻ ഈ ഇസ്ലാമിക് സ്റ്റുഡിയോ ഫോം അപ്പ് ആക്കുന്നത്. കാരണം കുറച്ച് എക്സ്പെൻസീവാണിത്. പക്ഷേ എങ്കിലും ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സെറാമിക്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്ലേറ്റ് ആയാലും മഗ്ഗായാലും വാഷ് ബേസിനായാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ സെറാമിക് ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അത് കൊച്ചു കുട്ടികൾക്ക് മുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സെറാമിക് പോട്ടറി പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആർക്കും ഇവിടെ വരാം. 1250 രൂപ മുതലാണ് ഫീസ് ആരംഭിക്കുന്നത്. സ്വന്തമായ സ്റ്റുഡിയോ ഉണ്ടാക്കി സ്വന്തമായ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ആണ് സ്റ്റുഡിയോ ആരംഭിച്ചതെങ്കിലും ഒരുപാട് റിക്വസ്റ്റുകൾ അതിൻ്റെ പിറകിൽ വന്നു. എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നോട് പഠിച്ച പലരും എന്നോട് ആവശ്യപ്പെട്ടു സ്വന്തമായ സ്റ്റുഡിയോ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസായിട്ട് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കമ്മ്യൂണിറ്റി സ്റ്റുഡിയോ ആയിട്ട് ഇത് കൺവെർട്ട് ചെയ്യാം. അധികം ഫീസൊന്നും ചുമത്താതെ ഇവിടെ ഞാൻ നാഷണലും ഇൻ്റർനാഷണലും സ്റ്റേറ്റ് ലെവലിലുമുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. വർക്ക്ഷോപ്പ് വേറെ, ക്ലാസ്സുകൾ വേറെയാണ്. ജോലി തിരക്കുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ആകാനും പോട്ടറിയെ പറ്റി കൂടുതൽ അറിയാനും വിവിധ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാനുമായി അനേകം പേരാണ് ഇവിടെ എത്തുന്നത്. സെറാമിക്കിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് എല്ലായിടത്തും നോക്കുന്ന സമയത്ത് അത് ഒന്നുകിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ അവരൊരു ഫൗണ്ടേഷനൊന്നും പറഞ്ഞു തരാതെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം പഠിപ്പിച്ചു പോകുന്ന സ്ഥലങ്ങളാണ്. നല്ല അറ്റൻഷൻ കിട്ടുന്നു ഇവിടെ വന്ന്. ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര അറ്റൻഷൻ തരുന്നുണ്ട്. ഇതൊരു സെറാമിക് പ്ലേറ്റ് ആണ്. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ അടങ്ങിയ സെറാമിക് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ സെറാബാഗ്സിലേക്ക് വന്നാൽ മതി. ഈ പ്ലേറ്റുകൾ മാത്രമല്ല, ഇതുപോലുള്ള മഗ്ഗുകളും മറ്റു ഉൽപ്പന്നങ്ങളുമൊക്കെ നിങ്ങൾക്കിവിടെ നിർമ്മിക്കാൻ സാധിക്കും. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. CV പ്രേംകുമാർ രചിച്ച ആൾരൂപങ്ങൾ തിരക്കഥയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പുസ്തകം പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദ് മുഖ്യാതിഥിയായി. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉരുകിയൊലിച്ച മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന തിരക്കഥയാണ് ആൾരൂപങ്ങൾ. കവി ഗിരീഷ് പുലിയൂർ, ചലച്ചിത്ര താരം ജോബി AS, നടി മായ വിശ്വനാഥ് എന്നിവർ പങ്കെടുത്തു. ആൾരൂപങ്ങൾ ചലച്ചിത്രത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. പിന്നെയും അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് പ്രേംകുമാർ. എയർപോർട്ടിലൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. തുടർന്ന് ഈ നാടകത്തിലും സിനിമയിലൊക്കെ താല്പര്യങ്ങൾ ഉള്ള ഒരാൾ അഭിനയിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കയറിയ ഒരു സിനിമ രചിച്ച് സംവിധാനം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു വളരെ ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. പലതരം സർപ്രൈസുകളുണ്ടല്ലോ. ഇറ്റ് വാസ് എ പ്ലസൻറ്റ് സർപ്രൈസ്. കാരണം അദ്ദേഹം ഒരു എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നൊരു സിനിമയല്ല ഉണ്ടാക്കിയത്. ആഴത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രസക്തിയുള്ളൊരു വിഷയം, അതിനകത്തെ മാനുഷികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള സംഘർഷങ്ങൾ, വ്യക്തിബന്ധങ്ങൾക്കകത്തുള്ള പല രീതിയിലുള്ള വിള്ളലുകൾ, ഇതേക്കുറിച്ചൊക്കെ ഡീപ്പായിട്ടുള്ള ഒരു പക്ഷേ ഒരു പുതിയ സംവിധായകൻ അപ്രോച്ച് ചെയ്യാൻ മടിക്കുന്ന അത്രയും ആഴത്തിലുള്ള ഒരു പ്രമേയവും ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ നടൻ മോഹൻലാൽ C. ഭാഗ്യനാഥിന് സമ്മാനിച്ചു. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരന് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്. വേദിയിൽ മോഹൻലാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ അനുസ്മരിച്ചു. കൊച്ചി ആസ്ഥാനമായി രൂപം കൊടുത്ത ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച ചിത്രകലാകാരന് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ആർട്ടിസ്റ്റ് C. ഭാഗ്യനാഥിന് മോഹൻലാൽ സമ്മാനിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി കൂടിയാണ് മോഹൻലാൽ. ലഭ്യമായ അപേക്ഷകളിൽ നിന്ന് പ്രാഥമിക ജൂറി തെരഞ്ഞെടുത്ത 10 പേരിൽ നിന്നാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തിയത്. 1 ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്.
ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായി ഉണ്ടായിരുന്ന ദീർഘകാലത്തെ ബന്ധം മോഹൻലാൽ ചടങ്ങിൽ അനുസ്മരിച്ചു. നമ്പൂതിരിശാലിൻ്റെ ഏതാണ്ട് 150-160 കൂടുതൽ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വളരെ നിധി പോലെ വളരെ നന്നായി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പണ്ട് വരച്ചിരുന്ന ചിത്രങ്ങൾ മലയാളം മാസികയിൽ ആർട്ടിക്കിളിൽ നമ്പൂതിരിശാൽ വരച്ച ചിത്രത്തിൻ്റെ അടുത്ത് ഞാനൊരു ചിത്രം വരച്ചു. അതും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂറി ചെയർമാൻ KC നാരായണൻ, ജൂറി അംഗങ്ങളായ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ രവിശങ്കർ ഏട്ടേത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്റർനാഷണൽ കൊളീജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അവാർഡിന് ICPC റീജിയണൽ കോൺടെസ്റ്റ് ഡയറക്ടറും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ വിപിൻ പവിത്രൻ അർഹനായി. ICPC കോൺടെസ്റ്റിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 4000-ലധികം മത്സരാർത്ഥികളെ ആൽഗോ കീൻ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് വിപിൻ പവിത്രനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. With the ICPC Foundation Outstanding Community Engagement Award for recruiting and registering over 4,000 participants in the Algo Queen competition worldwide. ഏറെ അഭിമാനകരമായ നേട്ടത്തിനാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് അർഹമായിരിക്കുന്നത്. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ICPC 2025 അന്താരാഷ്ട്ര ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇന്റർനാഷണൽ കൊളീജിയേറ്റ് പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അവാർഡ് വിപിൻ പൗത്രൻ ഏറ്റുവാങ്ങിയത്. യുവതികൾക്ക് മത്സരാത്മക പ്രോഗ്രാമിംഗിൽ പ്രവേശിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ മാർഗം തുറന്നുകൊടുത്ത ആദ്യത്തേതും മികച്ചതുമായ അന്താരാഷ്ട്ര പദ്ധതിയായി അൽഗോക്കിൻ പദ്ധതിയും തിരഞ്ഞെടുത്തു. വനിതകളെ പ്രോഗ്രാമിംഗിലേക്ക് ആകർഷിച്ച് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുകയും അതിലൂടെ അന്താരാഷ്ട്ര അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് 2018 അമൃത വിശ്വവിദ്യാപീഠത്തിൽ ആരംഭിച്ച അൽഗോക്കിൻ പദ്ധതി. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് യുവതികൾക്ക് ഇതിലൂടെ പ്രോഗ്രാമിംഗ് മേഖലയിലേക്ക് കടന്നുവരാൻ സാധിച്ചിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് മത്സരങ്ങളുടെ തുടക്കകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന വിപിൻ പവിത്രൻ ഇന്ത്യയിലെ 1ാം നമ്പർ ക്യാപ്ചർ ദി ഫ്ലാഗ് ടീമായ ടീം ബയോസ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈബർ സെക്യൂരിറ്റി ടീമായ ടീം ശക്തി എന്നിവയുൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റികളുടെ സ്ഥാപകനും മെന്ററുമാണ്. അൽഗോക്കെയിൻ മത്സരത്തിൽ മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിനായി നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് വിപിൻ പവിത്രനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് പെർത്തിൽ തുടക്കമാവും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ശുമാൻ ഗിൽ നായകനായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിനമാണ് ഇന്ന് നടക്കുന്നത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങുന്നു. യുവനായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലുള്ള ആദ്യ ഏകദിന പരമ്പര. 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കം. 10 വർഷത്തെ തോൽവിയുടെ ചരിത്രം തിരുത്താൻ ടീം ഇന്ത്യ ഇറങ്ങുന്നു. 2015 ഏകദിന ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര നേടാൻ ഇന്ത്യക്കായിട്ടില്ല. അതിനുശേഷം നടന്ന 3 ഏകദിന പരമ്പരകളിലും ഇന്ത്യ തോറ്റിരുന്നു. ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ തളയ്ക്കാനാകുമോ എന്ന ആകാംക്ഷയാണ് ആരാധകർക്കുള്ളത്. ടെസ്റ്റിൽ നിന്നും 2020 മത്സരങ്ങളിൽ നിന്നും വിരമിച്ച കോഹ്ലിയുടെയും രോഹിത്തിന്റെയും പ്രകടനം ഈ പരമ്പരയിൽ നിർണായകമാകും. പരുക്കിന്റെ പിടിയിലാണ് ഓസ്ട്രേലിയൻ ടീം. നായകൻ പാറ്റ് കമിൻസ്, ഓൾറൗണ്ടർമാരായ കാമറൂൺ ഗ്രീൻ, ഗ്ലെൻ മാക്സ്വെൽ, വിക്കറ്റ് കീപ്പർ ജോഷ് ഇംഗ്ലിങ്സ്, സ്പിന്നർ ആദം സാംബ തുടങ്ങിയ പ്രമുഖരില്ലാതെയാണ് ഓസ്ട്രേലിയ ആദ്യ മത്സരത്തിനിറങ്ങുന്നത്. ആഷസ് പരമ്പര കണക്കിലെടുത്ത് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത താരങ്ങളെ ഓസീസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒക്ടോബർ 23 അഡ്ലൈഡിലും 25 സിഡ്നിയിലുമാണ് മറ്റ് ഏകദിനങ്ങൾ. ഇതുകൂടാതെ 5 മത്സരങ്ങളുള്ള 2020 പരമ്പരയിലും ഇന്ത്യ കളിക്കും. 29 2020 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.